പറയലില്ല. ഹലോ ഗായ്സ്, നമ്മളിന്ന് ബെൽജിയത്തിലേക്കാണ് പോകുന്നത്. അല്ല, ബെൽജിയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ എവിടെയാണ് പറയൂ സ്വാതി? പറയൂ. പറയൂ, ബ്രസൽസ് ആണ് നമ്മള്. പാർലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാല് നമ്മളെ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ആൾക്കാർ ഇരിക്കുന്ന സ്ഥലമാണ്. മന്ത്രിമാര്, MP മാര്, മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് പാർലമെന്റ്. ഇന്ത്യയുടെ ഇതാണോ യൂറോപ്പിന്റെ മറ്റേ മഞ്ഞ നക്ഷത്രം? ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സ്ഥലം ബ്രസൽസിലെ യൂറോപ്യൻ പാർലമെൻറ്റാണ്. യൂറോപ്യൻ പാർലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻറ്റാണ്. അതായത് യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും അല്ലെങ്കിൽ കുറേ രാജ്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആണല്ലോ. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടുള്ള പാർലമെൻറ്റും ഉണ്ട്. അപ്പോൾ പാർലമെൻറ്റിൽ ഒന്നാണ് ബ്രസൽസിലുള്ളത്. ബ്രസൽസിൽ മാത്രമല്ല, യൂറോപ്പിൽ പല സിറ്റീസിൽ 3-4 സിറ്റീസിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം യൂറോപ്യൻ പാർലമെൻറ്റ്. അതിൽ ബ്രസൽസിലുണ്ട്, പിന്നെ സ്ട്രാസ്ബർഗോ അവിടെ എന്തോന്നുണ്ട്, പിന്നെ ലക്സംബർഗിലുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണുള്ളതെന്ന് പോയി നോക്കാം. അതാ ഞങ്ങളിങ്ങനെ പുറത്തു കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ എൻട്രൻസ് അവിടെ എന്തോ ഒരു ടൂറുണ്ട്. നമുക്ക് ആ പാർലമെൻറ്റ് ഹോള് കാണാൻ പറ്റും. അതായത് പാർലമെൻറ്റ് കൂടുന്ന ആ ഒരു ഹോള് നമുക്ക് കാണാൻ വിസിറ്റേഴ്സിന് പാസ് എടുത്തു കഴിഞ്ഞാൽ അകത്ത് പോകാൻ പറ്റും. അപ്പോൾ അതെവിടെയാണെന്ന് ഞങ്ങൾ നോക്കണേ. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഈ കാണുന്നത് അതൊന്നും വിസിറ്റേഴ്സിനുള്ള ഗ്രൂപ്പ് ആൻഡ് ഹെമിസൈക്കിൾ വിസിറ്റ്സ്. അപ്പോൾ ഞങ്ങളവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയാണ്. ഞങ്ങളതിനെക്കുറിച്ച് നേരത്തെ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടുന്ന് മനസ്സിലാക്കിയത് ഇവിടുന്ന് നേരെ ഡയറക്റ്റ് പാസ് എടുത്തിട്ട് അകത്തേക്ക് കയറാമെന്നാണ്. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ലേ. പാസ്പോർട്ടിൻ്റെ ശരിക്കുള്ള പാസ്പോർട്ട് ഒറിജിനൽ വേണമായിരുന്നു. അത് വെച്ചിട്ട് ആണ് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ കയ്യിൽ വെച്ചിരുന്നില്ല. അത് കാരണം ഞങ്ങളത് ആ വിസിറ്റ് വേണ്ടാന്ന് വെച്ചു. പക്ഷേ ഇവരുടെ തന്നെ വേറെ ഒരു ഗൈഡഡ് ടൂർ ഉണ്ട്. അതിനാണ് ഇപ്പോൾ നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്നത്. അവരുടെ ഒരു മ്യൂസിയം പോലെയാണ്. അതിൻ്റെ ഹിസ്റ്ററിയും യൂറോപ്യൻ പാർലമെൻറ്റിൻ്റെ യൂറോപ്യൻ യൂണിയൻ്റെ ഹിസ്റ്ററിയും വേറെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു മ്യൂസിയമാണ്. അതാ അപ്പോൾ ഇതാണ് അതിൻ്റെ പാർലമെൻറ്റിൻ്റെ ഒരു ലേ ഔട്ട്, സീറ്റിംഗ് ലേ ഔട്ട്. ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോ MPs എന്നല്ല പറയുക, എന്താണെന്ന് പറയാൻ അറിയില്ല, റെപ്രസെൻറ്റേറ്റീവ്സ് ഇരിക്കുന്നതിൻ്റെ ലേ ഔട്ടും ഒരു മോഡലായിട്ട് കൊടുത്തിരിക്കുകയാണ്. ശരിക്കും ഇതാണ് നമുക്ക് ശരിക്കും കാണാൻ പറ്റുമായിരുന്നത്. ഇതെന്തോ ഒരു ഗ്ലോബിൻ്റെ ഒരു
എന്തോ ഒരു ഇൻഫോർമേറ്റീവ് സാധനമാണ്. നമുക്ക് അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഡിയോ ഡിവൈസ് തന്നു. നമുക്ക് ഇതേപോലെ ഓരോ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ആ ഓഡിയോ ഡിവൈസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ആ ഓഡിയോ ഡിവൈസിൽ തരും. അത് പല ലാംഗ്വേജിൽ അവൈലബിൾ ആയിരുന്നു, ഇംഗ്ലീഷ് അടക്കമുള്ള. ആ ഒരു സാധനമാണ് കുഞ്ഞുണ്ണിയുടെ കയ്യിലുള്ളത്. കുഞ്ഞുണ്ണിക്ക് കൊടുത്തില്ല, കുട്ടികൾക്ക് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞുണ്ണിക്ക് അതിൻ്റെ ഒരു ഡമ്മി സാധനം കൊടുത്തിരിക്കുക. ഇതെന്താ വെച്ചാൽ താഴെ വേൾഡ് മാപ്പാണ്. അപ്പോൾ ഈ ഒരു മെഷീൻ നമ്മൾ അവിടെ ഒരു പ്ലസ് സൈൻ വെച്ചിട്ടുണ്ട്. ആ പ്ലസ് സൈനിൻ്റെ മുകളിൽ കൊണ്ട് ആ മെഷീൻ വെച്ച് കഴിഞ്ഞാൽ ആ കൺട്രിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പല ലാംഗ്വേജിലും അതിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്കിഷ്ടമുള്ള ലാംഗ്വേജ് വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാം. Social justice and economic progress. We live in a place where our fundamental rights are protected. The European Union has helped turn dictatorships into democracies and has reunited Eastern and Western Europe. ഇവിടെ ഒരു വീഡിയോ ഷോ പോലെ എന്തോന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വന്നിരുന്നതാണ്. യൂറോപ്യൻ യൂണിയൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ വളരെ നന്നായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. But peace, prosperity and stability can no longer be taken for granted. There are different visions of the future of our union. To carry on with our common project, we have to work on it. The European Parliament represents democracy at continental level, and decision-making in the EU is a democratically legitimate process. The European Parliament gives us our democratic voice in Europe. We can elect our members of Parliament. എവിടെ ഇന്ത്യ? അവിടുത്തെ വേറെ എന്തൊക്കെയാ അതിൽ കാണിച്ചു തരും ഓരോ നമുക്ക്. ശ്രീലങ്ക എവിടെ? ശ്രീലങ്ക എവിടെ? ഓക്കെ. അതൊക്കെ യൂറോപ്പ് കൺട്രീസ്. അവിടെ മെനുവിൽ എന്തായാലും ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇതാ ഈ അടുത്ത പോയിന്റിലേക്ക് നടക്കാൻ അല്ലെങ്കിൽ പോകാനുള്ളതിൻ്റെ നടത്തത്തിലാണ്. ഇനി അറ്റോമിയം പോകാമെന്നാണ് വിചാരിക്കുന്നത്. അച്ഛനൊരു കൊടുക്കും. ഞാൻ സ്റ്റുഡന്റ് തന്നെയല്ലേ? കുഞ്ഞുണ്ണി
വാ, അത് കണ്ടോ ഡബിൾ ഡെക്കർ ബസ്. ഈ അറ്റോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസൽസിൽ 1950s എന്തോ ഒരു വേൾഡ് ട്രേഡ് ഫെയർ നടന്നു. അപ്പോൾ അത് നടന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ ഏരിയ. ശരിക്കും ബ്രസൽസിൽ നിന്ന് കുറച്ച് ഔട്ടറാണെന്ന് ഞാൻ പറഞ്ഞില്ല, ഈ ഏരിയയിലാണ് നടന്നത്. അപ്പോൾ അതിന് എല്ലാവരും വരുമ്പോൾ എന്തെങ്കിലും ഒരു ഐക്കോണിക്കായിട്ട് എന്തെങ്കിലും ഒരു സാധനം ബ്രസൽസിൽ വേണം എന്നുള്ള ഒരു ഇതിൽ പണിതതാണ് ഈ അറ്റോമി എന്ന് പറഞ്ഞ സ്ട്രക്ചർ. You can start with the escalators, then start climbing. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ചൂടാണല്ലോ. എന്താണെന്ന് കാണണ്ടേ? നമ്മൾ വന്ന സ്ഥലമാണ്. ആൾക്കാര് നമ്മൾ പോകാൻ പാടുന്ന പക്ഷെ ഇവരുടെ ഡിസൈൻ അനുസരിച്ച് ഇങ്ങോട്ടൊക്കെ ഉണ്ട്. I1, I2, M1, M2, M3 എല്ലായിടത്തേക്കും ഉണ്ട്. മോള് വരെ ഉണ്ട്. അല്ല ഒരെണ്ണം മാത്രമേ പബ്ലിക്കിന് ആക്സസ് പഴയ ബാങ്ക് നോട്ട് ഉണ്ട്. 20 ഫ്രാങ്ക്. നമ്മുടെ ഫ്രാങ്കായിട്ട് പഴയ കറൻസി. അമേരിക്കയുടെ സ്റ്റാമ്പിലുണ്ടല്ലേ. അന്നത്തെ ന്യൂസിൻ്റെ പേപ്പർ കട്ടിങ്ങും പിന്നെ ഓരോ സുവനീറുകളും അവരുടെ പഴയ നോട്ടിൽ അറ്റോമിയത്തിൻ്റെ ഇതുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ ഒരു ബേർഡ്സ് ഐ വ്യൂ. ആ ഒരു ട്രേഡ് ഫെയർ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടന്ന ആ സിറ്റിയുടെ അതിൻ്റെ ബേർഡ്സ് ഐ വ്യൂ ഒരു പ്ലാൻ. കഴിഞ്ഞ് ഇനി അടുത്ത നിലയിലേക്ക് പോകുക, അല്ലെങ്കിൽ അടുത്ത എന്താ പറയുക അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഈ ലിഫ്റ്റിൽ അല്ലെങ്കിൽ എസ്കലേറ്ററിലൊക്കെ കണ്ടു നല്ല ലിഫ്റ്റൊക്കെയാണ്, ഡാൻസും ലൈറ്റും ഒക്കെ. നമുക്ക് പേടിയാവാതിരിക്കാൻ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി. എന്ത് മോളിക്കത് പോണേ നോക്കൂ. പിടിച്ചു വെക്കാം. അതെ സത്യം. ആകാശത്തേക്ക് പോവോ? നേരെ നമ്മള് നേരെ നടക്കണ പോലെ തോന്നാം. അടുത്ത വട്ടത്തിലേക്ക് നമ്മളിപ്പോ ഒരു കുറെ വട്ടത്തിൽ താഴെ വട്ടത്തില് അതിന്റെ മുകളിൽ അതിന്റെ മാപ്പ് കാണിച്ചു. നെക്സ്റ്റ് ഫ്ലോറിലേക്ക് എത്തി. അതാ ഇവിടുന്ന് നമുക്കൊരു ഫുൾ ഒരു സിറ്റി വ്യൂ കിട്ടില്ല, അല്ലെങ്കിൽ ട്രേഡ് ഫെയർ ഗ്രൗണ്ടിൻ്റെ വ്യൂ കിട്ടും. നല്ല ഹൈറ്റിലാണിത്. നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ വലിയ ഹൈറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല, പക്ഷേ ശരിക്കും നല്ല ഹൈറ്റാണ് ഈ മുകളിലത്തെ നില. ശരിക്കും ഇതല്ല ഏറ്റവും മുകളിലത്തെ, ഇതിന് മീതെ ഒന്നും കൂടി ഉണ്ട് തോന്നുന്നു. അങ്ങോട്ട് പ്രവേശനമില്ല. എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് ഫുൾ വ്യൂ കിട്ടും. ദൂരെ ട്രെയിൻ പോകണം. ഫുട്ബോൾ ഗ്രൗണ്ട്, ട്രെയിനോ മെട്രോ എന്താണ് അവിടെ ഒരു സ്റ്റേഡിയം ഗ്രൗണ്ടോ എന്തോന്നുണ്ട്. ഈ കാണുന്നതൊക്കെ ആ ട്രേഡ് ഫെയറിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സിറ്റിയാണ്, അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് ഫെയർ ഗ്രൗണ്ടാണ് അന്നത്തെ 1958. അത് പിന്നെ ഇതൊരു ടൂറിസ്റ്റ് സെൻ്റർ ആക്കിയതാണ് അതിന് ശേഷം.
If you look up, you will see our elevator shaft, which was constructed in 1958 along with the rest of the Atomium. Back then, this was the fastest elevator on the European continent. Today, it's just a relic from the 60s. It has an average speed of 5 meters per second and will take you from the ground floor to the upper floor in 22 seconds. Est-ce qu'il y a quelqu'un qui veut que je répète en français? Okay, good, because that was a shot in the dark. I didn't really speak French. It was a lie. Don't tell my നമ്മൾ ആ ലിഫ്റ്റിൽ കയറിയിട്ട് ഏറ്റവും മുകളിൽ കുറച്ചും കൂടി മുകളിൽ പോയിട്ടുള്ള ഒരു വ്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ പോയത്. ഇത് നടക്കില്ല. ഇത് ചെയ്യണം. ഐസ്. അങ്ങനെ ഇന്നത്തെ അടിപൊളി ഒരു ദിവസമായിരുന്നു. ഫസ്റ്റ് നമ്മൾ യൂറോപ്യൻ പാർലമെൻറ്റിൽ പോയി, പിന്നെ ഈ പറഞ്ഞ പോലെ അറ്റോമിയം ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ബ്രസൽസിലെ ഈ ഒരു ദിവസം തകർത്തു. അമ്മു എന്തായാലും നാളെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവളുടെ കൂടെ ഒരു 1 ഡേ കംപ്ലീറ്റ്ലി സ്പെൻഡ് ചെയ്ത് സൂപ്പർ ഹാപ്പിയായി.